ഗുഡ് ഈവനിങ് ടു ഓൾ. അപ്പൊ ഇന്ന് നമുക്ക് പാഠം 7 അതായത് പൊന്നോണം എന്ന പാഠം നമുക്ക് കഴിയും. അപ്പൊ അതിന്റെ അർത്ഥം വായിക്കാം മിസ്. ഓക്കെ, ഓൾ ഓഫ് യു ടേക്ക് യുവർ നോട്ട്ബുക്ക് എടുത്തേ എല്ലാവരും. ഓക്കെ, പദങ്ങളുടെ അർത്ഥം അല്ലെ എന്ത് എഴുതണം നിങ്ങള്? പാഠം 7 പൊന്നോണെന്ന് ഹെഡിങ് എഴുതും. ഗ്രേസ് അതുവരെയുള്ളത് കംപ്ലീറ്റ് ചെയ്യണേ മോളെ, കംപ്ലീറ്റ് ചെയ്യുക. അത്ര വരെയുള്ളത് വിട്, ഏകദേശം കുറച്ച് നല്ലോണം നോക്കി ചെയ്യേണ്ടി വരും. അപ്പൊ അത് കഴിഞ്ഞത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ കേട്ടോ. ഓക്കെ, അപ്പൊ പാഠം 7 പൊന്നോണം. എനിക്ക് അർത്ഥം എഴുതുകാന്ന് എഴുത്. ഫസ്റ്റ് വൺ മുങ്ങിന. അർത്ഥം എഴുതുക. ഓ, ഇപ്പൊ എന്റെ മദ്രസത്തെ ക്ലാസ് തുടങ്ങും. ഓക്കെ മിസ്സിന് അറിയാം. അപ്പൊ നീ അർത്ഥം എഴുതിയെടുക്കണം കേട്ടോ. നമുക്ക് മദ്രസത്തെ ക്ലാസ് രാവിലെ 7 മണിക്കാ യൂട്യൂബിലോട്ട് ഉണ്ടാവില്ലേ. എന്നിട്ട് 6 മണിയാവുന്നതിന് മുമ്പേ എഴുതി അയക്കണം, അത്രയുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്നത്തെ നോട്ട് നോക്കി എഴുതണം അതില്. ഓക്കെ, ഞാൻ ക്ലാസ്സിൽ തന്നെ തരുന്നത്, നിങ്ങൾ എഴുതൂലിയോ എന്നുള്ളൊരു ഇത് വിചാരിച്ചിട്ടാണ് കേട്ടോ ക്ലാസ്സിൽ തന്നെ ഇത് എഴുതിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് എഴുതിയെടുക്കാൻ പറയുകയും ചെയ്യുള്ളായിരുന്നു, കാരണം ഇതിൽ അർത്ഥമുണ്ട് ഓൾറെഡി. അപ്പൊ മുങ്ങിന, മുങ്ങിയ. നെക്സ്റ്റ് തുമ്പം. റിഹാൻ എഴുതുന്നില്ലേ? റിവൈസ് എഴുതുന്നില്ലേ മോനെ? എഴുതിക്കോ. എഴുതാതെ ആരും ഇരിക്കണ്ട. ഷിസാൻ, ഷഹബാസ് എഴുതിക്കോ. ഓക്കെ, അർത്ഥം എഴുതുവാൻ എഴുതി. മുങ്ങിന, മുങ്ങിയ. തുമ്പം, ദുഃഖം. നെക്സ്റ്റ് ചേമന്തി. ജമന്തി. ഷഹബാസ് ഇനി സ്റ്റാർട്ട് ചെയ്തില്ല. ഷിസ എഴുതി കഴിഞ്ഞോ? ഷിസ സ്റ്റാർട്ട് ചെയ്തില്ല അല്ലെ ഇതുവരെ? ഓക്കെ, ചേമന്തി, ജമന്തി. ചിത്തം, മനസ്സ്. ചിത്തം, മനസ്സ്. ഷിസ എഴുതുന്നില്ലേ? ഷിസ ചിത്തം, മനസ്സ്. നെക്സ്റ്റ് ഏവം. നോക്കി എഴുതണേ, തെറ്റിക്കാതെ എഴുതണം. ഏവം, ഇങ്ങനെ. ഓക്കെ, പറഞ്ഞോ. എന്താ റിവൈസ്? ചേമന്തി അല്ലേ? അതെ, ചേമന്തി. അർത്ഥം എന്താ? ജമന്തി. ഓക്കെ, കഴിഞ്ഞു എഡ്വിൻ? ഓക്കെ, നെക്സ്റ്റ് ചിത്തം. ചേമന്തി കഴിഞ്ഞാൽ ചിത്തം, മനസ്സ്. ഏവം, ഇങ്ങനെ. തെന്നൽ, ഇളം കാറ്റ്. തെന്നൽ, ഇളം കാറ്റ്. ചാലേ, ചന്തത്തിൽ. മംഗളം, ഐശ്വര്യം. മംഗളം, ഐശ്വര്യം. മംഗളം, ഐശ്വര്യം. മൂർത്തി, ദേവൻ. മൂർത്തി, ദേവൻ.
കേസരം കുഞ്ചിരോമം പൂവിന്റെ കേസരം എഴുതി കഴിഞ്ഞോ? അതിലെല്ലാം എഴുതിയോ അർത്ഥം? ഒഴിഞ്ഞു മാഞ്ഞു അല്ലെ? അത്രയാണ് അർത്ഥമുള്ളത്. ഒഴിഞ്ഞു മാഞ്ഞു. മിസ് യെസ്. പത്താമത്തെ അർത്ഥമില്ലേ? സെക്കൻഡ് ലാസ്റ്റ് അതില് അർത്ഥം ഫുൾ എഴുതണ്ടേ? കേസരം കുഞ്ചിരോമം എന്ന് എഴുതി കോമയിട്ട് പൂവിന്റെ കേസരം എന്ന് എഴുതണം. ഓക്കെ. ലാസ്റ്റ് ഒഴിഞ്ഞു മാഞ്ഞു. റിഹാൻ എഴുതി കഴിഞ്ഞോ? ഇല്ലേ? എന്ത് റിഹാനെ എഴുതി കഴിഞ്ഞോ? ഞാൻ ചാലയുണ്ട് അത്ര. എന്തേ അത്രയും വൈകിയത്? ഇവിടെ ശ്രദ്ധിക്ക്. ഒഴിഞ്ഞു മാഞ്ഞു. ഓക്കെ, നല്ല വൃത്തിയിൽ എഴുതിക്കോ. മെല്ലനെ എഴുതിയാ മതി. നീറ്റ് തന്നെ എഴുതിക്കോ. ഇന്നത്തെ ഡേറ്റ് കിട്ടോ. മേലെ ഡേറ്റും ദിവസമൊക്കെ എഴുതണം കേട്ടോ. ഇനി എല്ലാ ദിവസവും എഴുതുമ്പോ നമ്മുടെ ക്ലാസ്സിലാകുമ്പോ അതൊക്കെ പറഞ്ഞു തരാൻ പറ്റും. ഇപ്പൊ അങ്ങനെ പറയുന്നില്ലല്ലോ. നെക്സ്റ്റ് പര്യായ പദം അല്ലെ? പര്യായ പദങ്ങൾ. നോട്ടിലോട്ട് എഴുതട്ടെ? ഓക്കെ, നോട്ടിൽ എഴുതാൻ തന്നെ പറയുന്നേ മിസ്. ഷിസ് എന്തേ വെറുതെ ഇരിക്കുന്നു മോളെ? നോട്ടില്ലേ? മിസ് ഓളെ നോട്ട് അപ്പുറത്തല്ലേ? എവിടെ? മോളെ വീട്ടിലോ? ഷഹബാസിന്റെ അടുത്താണോ ഷിസ ഉള്ളത്? ഓക്കെ, നോട്ടും ടെക്സ്റ്റും എടുക്കണം കേട്ടോ. എഴുതിയെടുക്കണേ ഇത്. ഓക്കെ. അപ്പൊ പര്യായത്തിൽ തുമ്പം, ദുഃഖം, ശോകം, അഴൽ. കോമിട്ട് എഴുതണം. ദുഃഖം, ശോകം, അഴൽ. നെക്സ്റ്റ് തെന്നൽ. തെന്നൽ ഗ്രൂപ്പിലാക്കൂലേ? ആയിക്കോ. ഇതിന്റെ ചേർത്ത് എഴുതുകയും ഞാൻ അയച്ചു തരാം. തെറ്റിപ്പോണ്ട എഴുതിയിട്ട്. ഓക്കെ, എഴുതി കഴിഞ്ഞോ? ഓക്കെ, ഗുഡ്. അപ്പോ തുമ്പം, ദുഃഖം, ശോകം, അഴൽ. രണ്ടാമത്തത് തെന്നൽ. പവനൻ, അനിലൻ, മാരുതൻ. പവനൻ, അനിലൻ, മാരുതൻ. നെക്സ്റ്റ് മൂന്നാമത്തത് ചിത്തം. മനസ്സ്, മാനസം, മനം. മനസ്സ്, മാനസം, മനം. മനസ്സ്, മാനസം, മനം. ഓക്കെ, എല്ലാവർക്കും കഴിഞ്ഞോ? ഓക്കെ, നെക്സ്റ്റ് ചേർത്ത് എഴുതുക. ഇപ്പൊ എഴുതി തരണോ അല്ല മിസ് ക്വസ്റ്റ്യൻസ് എഴുതി തരുമ്പോ എഴുതി സെൻഡ് ചെയ്യണോ? സെൻഡ് ചെയ്ത് തരാം. എന്നാ മിസ്റ്റേക്ക് വരില്ലല്ലോ. അപ്പൊ ഒന്ന് പറയാ, ശ്രദ്ധിക്കണം. ഒന്ന് പറയാ. ചേർത്ത് എഴുതുക ആണ്. അതിലെങ്ങനെയാ വെച്ചാ ശ്രദ്ധിക്കണം. ചെം പ്ലസ് പൊൽ പ്ലസ് താമര. ചെമ്പൊൽ താമര, അത് അവിടെ ഉണ്ട്. നെക്സ്റ്റ് താഴെ തുമ്പ പ്ലസ്, അതിന്റെ ഇടയിൽ പ്ലസ് ഇടണം. പൂ പ്ലസ് അരി. തുമ്പപ്പൂ വരി. വായ വരുക. തുമ്പപ്പൂ അരി എന്നുള്ളത് തുമ്പപ്പൂ വരി. നെക്സ്റ്റ് ഈ
വക ഈ പ്ലസ് വക പ്ലസ് പൂവുകൾ, ഈ വക പൂവുകൾ. ഇപ്പ പാ ഇരട്ടിക്കും. ഓക്കെ, ദ്വിത്വസന്ധിയാണ്. അപ്പൊ പാ ഇരട്ടിക്കും. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് പൂർണ്ണ പ്ലസ് ആമോദം പ്ലസ് എതിരേൽക്കാൻ അല്ലെ? എങ്ങനെയാ വരുവാ? പൂർണ്ണാമോദം എതിരേൽക്കാൻ അല്ലെ? ഓക്കെ, പൂർണ്ണ പ്ലസ് ഇട്ടാണ് എഴുതണ്ടേ? ആ ചെം പ്ലസ് ആടെ പ്ലസ് ഇടണം. നമ്മൾ പിരിച്ചെഴുതുമ്പോ അങ്ങനെയല്ലേ എഴുതും, അതുപോലെ ചേർത്ത് എഴുതുമ്പോൾ ഇടണം. അത് ടെക്സ്റ്റിൽ ഓൾറെഡി അങ്ങനെ വിടുന്നില്ല, നമ്മൾ അങ്ങനെ ഇട്ടിട്ടാണ് എഴുതി ശീലിക്കേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ വേഗം. ഓക്കെ, അപ്പൊ പൂർണ്ണ പ്ലസ് ആമോദം പ്ലസ് എതിരേൽക്കാനാണ് എന്ത്? പൂർണ്ണാമോദം എതിരേൽക്കാൻ. മാക്ക് മുമ്പിൽ ഏ ചിഹ്നം വരും, അപ്പൊ മോദം എതിരേൽക്കാൻ വരും കേട്ടോ. നെക്സ്റ്റ് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തുകയാണ്. അതില് ചിങ്ങത്തെളിവ് കാണാൻ കണ്ണു തുറന്നത് ആരാണ്? ആരാണ് ചിങ്ങത്തെളിവ് കാണാൻ കണ്ണു തുറന്നത്? ആരാണ്? ആരാണ് എഡ്വിൻ? നെല്ലിപ്പൂവാണ്. എന്താ ഇതുണ്ട്? ചിങ്ങത്തെളിവ് കാണാൻ കണ്ണു തുറന്നത് നെല്ലിപ്പൂവാണ് അല്ലെ? നെല്ലിപ്പൂവാണ്. നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചേ. ആരാ വായിക്കുന്നേ? പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നതാരാണ്? ഓക്കെ, വായിച്ചു. ആ, പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നത് ആരാണ്? ആരാണ് മുന്നിൽ നിന്നിന് പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ? മുന്നിൽ ആരാ ഗ്രേസേ? ചിരിക്കുന്നുണ്ട്. കുഞ്ഞു വിളക്കുമായി പൊന്നിൻ കുഞ്ഞു വിളക്കുമായി. ഗ്രേസ്, പ്ലീസ് അൺമ്യൂട്ട് ഗ്രേസ്. പൊന്നിൻ കുഞ്ഞു വിളക്കുമായി വന്നു മുന്നിൽ. ഗ്രേസ് അൺമ്യൂട്ട് ചെയ്തോ? അവൻ പറഞ്ഞു. ആരാ പറഞ്ഞോട്ടെ? വായിച്ചോ, ഗ്രേസ് പറഞ്ഞോ. എന്താ അതിന്റെ ആൻസർ? പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നത് ആരാണ്? അറിയോ ഗ്രേസേ? പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്ന് ആരാണ്? ആർക്കൊക്കെ അറിയാം അതിന്റെ ആൻസർ? ആ, ഏഞ്ചൽ പറഞ്ഞോ. അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോ ഏഞ്ചൽ. പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്ന് ആരാണ്? ആ പാട്ട് പഠിപ്പിച്ചത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ പറഞ്ഞിട്ട് പൊന്നിൻ കുട്ടു വിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി. ഓക്കെ, നിരന്നു. ആ, അപ്പൊ ഏതാ നിന്നിനി? മുക്കുറ്റിയാണല്ലേ. പൊന്നോണ നാളുകളെ എതിരേൽക്കാൻ മുന്നിൽ നിന്നത് മുക്കുറ്റിയാണ്. അത്രേ ഉള്ളൂ അതിന്റെ ആൻസർ. നെക്സ്റ്റ്, താമരപ്പൂക്കൾ പൊന്നിൻകുടയായി വിടർന്നപ്പോൾ ആമ്പൽ പൊയ്കകൾ താലമേന്തി എന്ന് പറയുന്നതിന്റെ പൊരുൾ എന്ത്? എന്താ പൊരുള്? പൊന്നോണ നാളുകളിൽ എഴുന്നള്ളുന്ന മഹാബലിയെ എതിരേൽക്കാൻ വേണ്ടി അത് നിന്നു താലവും കുടയും ഏന്തി പോലെ ആരൊക്കെ നിന്നിനി? ആമ്പൽ പഠിച്ചല്ലേ? താലമുയർത്തി തുമ്പപ്പൂ വാരി എറിഞ്ഞു തുമ്പന്തൻ നിഴൽ പോലും മുഴിഞ്ഞു. ചേമന്തി അത്രയൊന്നും പറയണ്ട. അത് ആരൊക്കെയാണ് മഹാബലി എതിരേൽക്കുന്നത്? ആമ്പല്, അതായത് താമരയും ആമ്പലുമാണ് താലവും കുടയും പോലെ. അത്രയൊന്നും വേണ്ട ഏഞ്ചലേ, ഇത്രേ വേണ്ടു അതിന്റെ ആൻസർ. ആമ്പലും താമരയും ആമ്പലും. ഓക്കെ, അപ്പോ പൊന്നോണ നാളിൽ എഴുന്നള്ളുന്ന മഹാബലി എതിരേൽക്കാനായി താലവും കുടയും പോലെയുള്ള ആമ്പലും താമരയും എന്നാണ് ഇതിന്റെ പോലുള്ള. അതിന്റെ അർത്ഥം അത്രയേ ഉള്ളൂ. നെക്സ്റ്റ്, ഓണത്തെ കുറിച്ച് മറ്റു കവികൾ എഴുതിയിട്ടുള്ള കവിതാശകലങ്ങൾ കണ്ടെത്തി എഴുതുക. ഓണച്ചിലുകൾ സമ്പാദിക്കുക. ഓണത്തെ കുറിച്ച് ഒരു കൊച്ചു കവിത എഴുതി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. ഓണക്കാലത്ത് വിരിയുന്ന പൂക്കൾ ഏതെല്ലാം എന്ന് കണ്ടെത്തി എഴുതുക. അല്ലെ? അതൊക്കെ നിങ്ങൾക്ക് തന്ന വർക്കുകളാണ്. അത് നിങ്ങൾക്ക് പറ്റുന്നത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഏത്? ഇപ്പൊ മിസ് ഓണത്തിനെ കുറിച്ച് എഴുതിയത്
ഓണത്തെ കുറിച്ച് എഴുതിക്കോ, നിങ്ങള് എഴുതി അയച്ചോ കേട്ടോ. അതൊന്നും കിട്ടത്തില്ല. 4 എണ്ണം ചെയ്യണമെന്നൊന്നുമില്ല. നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിട്ട് എല്ലാം ഒന്നും ചെയ്തില്ല. കാരണം ഓണത്തെ കുറിച്ച് ഓണച്ചൊല്ലുകൾ സമ്പാദിക്കുക, അതൊക്കെ പറ്റുന്നതാണ്. പിന്നെ ഓണത്തെ കുറിച്ച് ഒരു കൊച്ചു കവിത ഉണ്ടാക്കുക. കവിയല്ലേ? ഓക്കെ, കവിത്രിയൊക്കെ അല്ലേ? അപ്പൊ എഴുതി കൊടുക്കാം. ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞത് ഓർമ്മിക്കാൻ അല്ലെ? ഓർമ്മിക്കാൻ എന്നുള്ളത് താഴെ പറഞ്ഞ എന്താ? പറന്നു പോയ കിളിയെ പക്ഷേ വീണ്ടും പിടിച്ചിടാം, കാലമോ പോവുകിൽ പോയി കരുതി ജോലി ചെയ്യുക നീ അല്ലെ? കാലം പോയാ പോയി, അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതറിഞ്ഞ് കരുതി ജോലി ചെയ്യുക നീ എന്ന് പറഞ്ഞ എന്താ? സമയം അതിന്റെ വഴിക്ക് പോകും അല്ലെ? അപ്പൊ നമ്മളെ വെയിറ്റ് ചെയ്യില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അത് കരുതി അതറിഞ്ഞ് നമ്മള് നമ്മുടെ ജോലികള് കൃത്യസമയത്ത് തന്നെ ചെയ്തു തീർക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ജോലി ഇപ്പൊ എന്താ? പഠിക്കുകയാണ് അല്ലെ? അപ്പൊ എന്ത് ചെയ്യണം? കൃത്യസമയത്ത് തന്നെ പഠിക്കും. സമയം അതിന്റെ വഴിക്ക് പോവും, നമ്മൾ അതിന്റെ കൂടെ ഓടുക അല്ലെ? സമയം ഓടുന്നത് പോലെ നമ്മളും എല്ലാം ചെയ്തു തീർക്കുക, അതത് സമയങ്ങളിൽ എല്ലാം ചെയ്തു തീർക്കുക. അതായത് ഇന്നെല്ലാം നിങ്ങൾ ഇപ്പൊ ഇതിൽ പറയുന്നതാ, നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം അന്നന്ന് ചെയ്യേണ്ടത് അന്നന്ന് ചെയ്യുക. ഇപ്പൊ നിങ്ങൾക്ക് ഇനിയിപ്പോ അടുത്ത വെള്ളിയാഴ്ചയേ ഉള്ളൂ അല്ലെ? ഫ്രൈഡേയില് നമുക്ക് മലയാളം ക്ലാസ്, അപ്പോഴേക്കും എല്ലാം ചെയ്യുക. ഓക്കെ. അപ്പൊ ഇതിന്റെ അർത്ഥം മനസ്സിലായോ? കാലം പോകിൽ പോയി, കാലം പോവും, അതിന്റെ സമയത്ത് പോവും. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ കരുതി ജോലി ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മളത് സമയം പോവും, അത് അറിഞ്ഞ് നമ്മൾ ജോലി ചെയ്യണം. പറന്നു പോയ കിളിയെ നമുക്ക് വീണ്ടും പിടിക്കാൻ പറ്റും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. അതുപോലെ എല്ലാ സമയം കാലവും അതിന്റെ വഴിക്ക് പോകും, നമ്മളെ വെയിറ്റ് ചെയ്യില്ല. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അതിന്റെ കൂടെ നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ, നമ്മൾക്ക് ചെയ്യേണ്ട ജോലികളൊക്കെ തീർത്ത് വരിക. ഓക്കെ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ പാഠത്തിന്റെ ബാക്കിയുള്ള പഠന പ്രവർത്തനങ്ങൾ. അപ്പൊ അത് കഴിഞ്ഞ് അടുത്ത നമുക്ക് സമ്മാനപ്പെട്ടി എന്ന പാഠമാണ് പഠിക്കേണ്ടത്. അപ്പൊ അതിന്റെ ഇടയിൽ നമുക്ക് നമ്മൾ പറഞ്ഞ 2 പാഠത്തിന്റെ ഒരു എക്സാം ഉണ്ടാവും. അത് അടുത്ത ആഴ്ച, അടുത്ത ദിവസം ഉണ്ടാവും, ഉറപ്പാണ്. നമ്മൾ എന്നാ പറഞ്ഞെന്ന്? ഏത് പാഠത്തിന്റെയാ? അന്ന് 6ാം പാഠത്തിന്റെ വൃക്ഷങ്ങളെ സ്നേഹിച്ചത്. ഓക്കെ, പക്ഷികളുടെ ഭീമൻ 8 പോലെ. ഓക്കെ ഓക്കെ. വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ മാത്രമേ. വൃക്ഷങ്ങളെ സ്നേഹിച്ചവർ ഒറ്റ പാടേ ഉള്ളൂ. അപ്പൊ നമുക്ക് വെള്ളിയാഴ്ച എന്തായാലും ഇടണേ. അപ്പൊ ഇന്ന് ഈ പാഠം ഒന്നും വായിക്കാത്ത കുറെ പേരില്ലേ അന്ന്? ആരാ വായിക്കാത്തെ? ഏഞ്ചൽ വായിച്ചില്ലേ? ഏഞ്ചൽ വായിക്കും. പാഠം 7 വായിക്കും ഏഞ്ചൽ. പാഠം 7 പൊന്നോണം. നെല്ലിൻ തോളില കൈവച്ചു നിന്നു, നെല്ലിപ്പൂവൊക്കെ കണ്ണു തുറന്നു, ചിന്നും വെൺമുകിൽ കേസരം മേലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ, പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, മുന്നിൽ മുക്കുറ്റി ചാലെ നിരന്നു, പൂവിൽ മുങ്ങിന പൊന്നോണ നാളെ പൂർണ്ണ ആമോദമെതിരേൽക്കാൻ നീളെ, ചെമ്പോൾ താമര പൊൻകുട നിർത്തി, ആമ്പൽ പൊയ്കകൾ താലമുയർത്തി, തുമ്പപ്പൂ വാരി എറിഞ്ഞു, തുമ്പം തന്നിഴൽ പോലും ഒഴിഞ്ഞു, തെച്ചിയും മന്ദാരം ചേമന്തി പാറും, പിച്ചി ഈ വക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൻ ചിത്തം ചന്ദന തെന്നലിൽ കൂടി, വാനിനേവമസൂയ വളർത്തി, വാഴ്ക മാവേലി മംഗളമൂർത്തി, ഇളം ചുണ്ടുകൾ ജി ശങ്കരക്കുറുപ്പ്. കണ്ണു തുറന്നു വായിച്ചോ? വായിക്കാത്ത പിന്നെ ആരൊക്കെ? ജോസി വായിച്ചിട്ടുണ്ടായിരുന്നോ? ഇല്ല. ജോസി വായിച്ചു. എല്ലാരും കൊണ്ട് വായിക്കുവേ. പൊന്നോണം. നെല്ലിൻ തോളില കൈവച്ചു നിന്നു, നെല്ലിപ്പൂവൊക്കെ കണ്ണു തുറന്നു, ചിമ്മും കേസരം മേലെ മിന്നും ചിങ്ങത്തെ കാണുവാൻ പോലെ, പൊന്നിൻ കുത്തു വിളക്കുമായി വന്നു, മുന്നിൻ മുക്കുറ്റി ചാലെ നിരന്നു, പൂവിൽ മുങ്ങിന പൊന്നോണ നാളെ ആമോദം പൊന്നിൻ കുത്തു പാറും, ചെത്തി പിച്ചി ഈ വക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാടിൻ ചിത്തം ചന്ദന
കൂടി വാണിനേവം അസൂയ വളർത്തി വാഴുക മാവേലി മംഗളമൂർത്തി. ഇളം ചുണ്ടുകൾ ജി ശങ്കരക്കുറുപ്പ്. നെക്സ്റ്റ് ആരാ വായിക്കാത്തന്നെ? ലക്ഷ്മിപ്രിയ വായിച്ചോ? ലക്ഷ്മിപ്രിയ വായിച്ചോ? വായിച്ചോ? വായിച്ചു. ഓക്കെ. നെക്സ്റ്റ് നയന. പൊന്നോണം നെല്ലിൻ തോളിൽ കൈവച്ചു നിന്നു നെൽപ്പൂവൊക്കെ കണ്ണു തുറന്നു ചിന്നും കേസരം മേലെ വേലമുകിൽ കേസരം മേലെ നിന്നു ചിങ്ങത്തെ കാണുവാൻ പോലെ പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മുക്കുറ്റി ചാലെ നിരന്നു പൂവിൻ മുങ്ങുന്ന പൊന്നോണ നാള് പൂർണ്ണാമോദമെതിരേൽക്കാൻ നീളെ ചെന്താമര പൊൻകുട നിർത്തി ആമ്പൽ പൊയ്കകൾ തല ഉയർത്തി തുമ്പപ്പൂ വാരി എറിഞ്ഞു തുമ്പൻ തൻ നിഴൽ പൊഴുതും മൊഴിഞ്ഞു ചെത്തി മന്ദാരം ചേമന്തി പാറും പിച്ചി പൂക്കൾ തോറും വീതം ചെയ്യുന്ന കേരളം നാട്ടിൻ ചിത്തം ചന്ദന തെന്നലിൽ കൂടി വരി നേരമായി നിർത്തി വാഴ്ക്കമല്ലികൾ മംഗളമൂർത്തി. ഇളം ചുണ്ടുകൾ ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ. നെക്സ്റ്റ് ആരാ വായിക്കാത്ത? അതില് വായിച്ചിട്ടുണ്ടോ? അതില് വായിച്ചോ? അതില് ഹന്ന റോസ് ഇല്ല, വായിച്ചു. അയ്യോ, ഹന്ന ഒന്ന് അൺമ്യൂട്ട് ചെയ്തേ മോളെ. വായിച്ചാലോ? റിഹാൻ വായിച്ചോ? റിഹാൻ. ഓക്കെ, എല്ലാരും വായിച്ചു കഴിഞ്ഞോ? മുഹമ്മദ് റുവൈസ് പോയി. ഷിസ വായിച്ചില്ലോ? ഷിസ ഷഹബാസ് വായിച്ചില്ല. അല്ല, ഷഹബാസ് വായിച്ചു. എനിക്ക് ഓർമ്മയില്ലല്ലോ. വായിച്ചു കഴിഞ്ഞ ക്ലാസ്സില് രണ്ടുപേരും. റിഹാനോ? റിഹാൻ കേൾക്കുന്നില്ലേ അമ്മേ? അതെ, ഗ്രേസ് പോയല്ലോ. ഓക്കെ, ഹന്ന ഒന്ന് വായിച്ചോ ഒന്നുകൂടി. കേൾക്കുന്നില്ല, വോയിസ് പോയി. ചിന്നും വെൺമുകിൽ കേസരം മേലെ ചിങ്ങത്തെ കാണുവാൻ പോലെ പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു മുന്നിൽ മൂക്കുറ്റി ചാലെ നിരന്നു പൂവിൽ മുങ്ങിന പൊന്നോണ നാളെ പൂർണ്ണാമോദമെതിരേൽക്കാൻ നീളെ ചെമ്പൽ താമര പൊൻകുട നീർത്തി ആമ്പൽ പൊയ്കകൾ താലമുയർത്തി തുമ്പപ്പൂ വാരി എറിഞ്ഞു തുമ്പം തന്നിഴൽ പോലുമൊഴിഞ്ഞു തെച്ചി മന്ദാരം ചേമന്തി പാറും പിച്ചി ഈവക പൂവുകൾ തോറും നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൻ ചിത്തം ചന്ദന തെന്നലിൽ കൂടി വാനിനേവമസൂയ വളർത്തി വാഴ്ക മാവേലി മംഗളമൂർത്തി. ഇളം ചുണ്ടുകൾ ജി ശങ്കരക്കുറുപ്പ്. ഓക്കെ, അപ്പൊ എല്ലാവരും ഇത് 2-3 തവണ വായിക്കണം കേട്ടോ. എല്ലാവർക്കും കൃത്യമായി വായിക്കാൻ. അതില് വായിക്കാൻ പറ്റുന്നുണ്ടോ? അതിലെ ഒന്ന് വായിച്ചേ നോക്കട്ടെ. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ വായിച്ചാണെന്നല്ലേ പറഞ്ഞത്? ഒന്ന് വായിച്ചേ.
നെല്ലിൻ തോളത്ത കൈവച്ചു നിന്നു, നെല്ലിൻ പൂവൊക്കെ കണ്ണു തുറന്നു, ചെമ്പിൾ ചിന്നും വെൺമുകിൽ കേസരം മേലെ മിന്നും വെൺമുകിൽ കേസരം മേലെ മിന്നും ചെമ്പൽ സിംഹത്തെ കാണുവാൻ പോലെ പൊന്നിൻ നിറം പൂണ്ടു പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, പൊന്നിൻ കുത്തുവിളക്കുമായി വന്നു, മുന്നിൽ മുക്കുറ്റിച്ചാലേ നിരന്നു, പൂവിൽ മുങ്ങിന പൊന്നോണ നാളെ, പൂർണ്ണാമോദമെതിരേൽക്കാൻ നീളെ, ചെമ്പുൽ താമര പൊൻകുട നിർത്തി, ആമ്പൽ പൊയ്കകൾ താളമുയർത്തി, തുമ്പപ്പൂ വാരി എറിഞ്ഞു, തുമ്പം തന്നിഴൽ പോലുമൊഴിഞ്ഞു, തെച്ചി മന്ദാരം ചേമന്തി പാറും, ഈ വക പൂക്കളു തോറും നൃത്തം ചെയ്യുന്നു കേരള നാട്ടിൽ ചന്ദനത്തെന്നലിൽ കൂടി വാനിന്നേകാസൂയ വളർത്തി, വാഴ്ക മാവേലി മംഗളമൂർത്തി. ഓക്കെ, അപ്പോ എല്ലാരും ഒരുവിധം വായിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലെ. അപ്പൊ എന്ത് ചെയ്യണം? അടുത്ത ക്ലാസ്സിൽ എല്ലാവരും എക്സാമിന് പ്രിപ്പയർ ആയി വരിക കേട്ടോ. ഓക്കെ, ബൈ. See you. Okay, bye. Bye. Bye, Miss. Bye.